ഒരു 2 വർഷമായുള്ളൂ വിജയുടെ ടിവിക്ക് അത് രൂപീകരിച്ചിട്ട്. അതിനകത്ത് ധാരാളം ആൾക്കാർ വന്നു ചേർന്നിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആ ഡിസിപ്ലിനൊന്നും ആയി വന്നില്ല, അത് പരമാർത്ഥമാണ്. അതുകൊണ്ട് അതിശക്തമായ ആൾക്കാരെ ഒഴുക്ക് അങ്ങോട്ട് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഈ സ്ഥലത്ത് തന്നെ കരൂർ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് അവിടെ ഒരു 500 ഏക്കർ പൊതുസ്ഥലം ഗവൺമെൻറ് വകയാണെന്ന് തോന്നുന്നു, അവിടെ DMKയുടെ വലിയൊരു പ്രചരണ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സ്ഥലം ചോദിച്ചു വിജയ്, പക്ഷെ കൊടുത്തില്ല. അയാൾ DMK അനുഭാവിയാകൊണ്ടായിരിക്കാം. ഈ കരൂർ തന്നെ ഒരു 4 സ്ഥലം കാണിച്ചു കൊടുത്തു, അത് കൊടുത്തില്ല. അതിനുശേഷമാണ്, കാരണം മീറ്റിംഗ് കൂടാനും അതൊന്നും അതിനുള്ള സൗകര്യം ചെയ്യുന്നില്ല, അത് അനുവദിക്കുന്നില്ല, അതിനെതിരായിട്ട് പോലീസ് നീങ്ങുന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ വെച്ച് തന്നെ കൂടാൻ തീരുമാനിച്ച്. നാമക്കലിൽ നിന്ന് ഇവിടെ എത്താൻ 34 കിലോമീറ്ററാണ്. അതിന് 5-6 മണിക്കൂർ എടുത്തിരിക്കുന്നു വിജയ്. അതാണ് ഈ ആപത്തുണ്ടാകാൻ കാരണമെന്നാണ് പോലീസിൻ്റെ വെർഷൻ. ഇത് ടോട്ടലായിട്ട് ഒരു ഇൻ്റലിജൻസ് ഫെയിലിയറാണ്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലും മറ്റു സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വരുന്നിടത്തോ അല്ല മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ മീറ്റിംഗ് സ്ഥലത്തെല്ലാം അവർ നേരത്തെ തീരുമാനിച്ചെന്ന് ആളെ കൺട്രോൾ ചെയ്യാൻ അവിടെ വേലി കെട്ടി ഓരോരോ അടമാനമാക്കി അവിടങ്ങളിലെല്ലാം പോലീസിനെ നിയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. DMKക്കാളും ആൾ കൂടുന്നതും അതുതന്നെയല്ല, ഫാൻസുകൾ ഇടിച്ചു കയറുന്ന ഒരു രംഗം സൃഷ്ടിക്കും എവിടെ വിജയ് വന്നാലും എന്നറിയാവുന്ന പോലീസിന് എന്തുകൊണ്ട് അവിടെ ആവശ്യത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല?